ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഗ്രൂപ്പ് പോരുകൾക്ക് അല്പം ശമനമുണ്ടായി എന്ന് കരുതിയിരുന്ന കോൺഗ്രസിനുള്ളിൽ വീണ്ടും പടലപ്പിണക്കങ്ങൾ രൂക്ഷമാണെന്ന സൂചനയാണ് ഈ സംഭവം നൽകുന്നത്. സതീശന്റെ മുഖ്യമന്ത്രി മോഹത്തെയും PR പ്രവർത്തനങ്ങളെയും കടന്നാക്രമിക്കുന്ന രീതിയിലാണ് ബോർഡിലെ വാചകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. PR വർക്കിന്റെ ബലത്തിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള സീനിയർ നേതാക്കളെ താറടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രധാന ആരോപണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ വ്യാമോഹം കേരളത്തിൽ വില പോകില്ലെന്നും ബോർഡിലൂടെ അജ്ഞാതർ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് പാർട്ടിയിലെ ആഭ്യന്തര കലഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. സതീശൻ നടത്തുന്ന PR പണികൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഈ ബോർഡുകൾ ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്നും വ്യക്തികൾ സ്വയം പ്രഖ്യാപിക്കുന്നത് ശരിയല്ലെന്നും പോസ്റ്ററിൽ കുറിച്ചിരുന്നു. എറണാകുളം DCC ഓഫീസിന് മുന്നിൽ മാത്രമല്ല, കളമശ്ശേരി സയൻസ് പാർക്കിംഗ് സമീപത്തും ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നേതൃത്വത്തിനെതിരെ പരസ്യമായ ഇത്തരം നീക്കങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് അണികൾ. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ ഒതുക്കാൻ ശ്രമം നടക്കുന്നുവെന്ന പരാതി കുറച്ചു കാലമായി ഗ്രൂപ്പിനുള്ളിൽ പുകയുന്നുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണോ ഈ പോസ്റ്റർ രാഷ്ട്രീയം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. സതീശന് അധികാര കേന്ദ്രമായി മാറുന്നതിനെതിരെ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം സംഘടിക്കുന്നതിന്റെ ലക്ഷണമാണിത്. DCC ഓഫീസിന് മുന്നിൽ തന്നെ ഇത്തരം ബോർഡുകൾ വന്നത് പ്രാദേശിക നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പാർട്ടി പ്രവർത്തകർ ഈ ബോർഡുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചതായാണ് വിവരം. എങ്കിലും ഇതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പാർട്ടിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നു. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യപരമായ ചർച്ചകൾക്ക് പകരം തെരുവിൽ പോസ്റ്റർ യുദ്ധം നടക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നാണ് ചില നേതാക്കൾ പ്രതികരിച്ചത്. ഹൈക്കമാൻഡ് ഇടപെട്ട ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഐക്യം പുറമെ പ്രകടിപ്പിക്കുമ്പോഴും താഴെ തട്ടിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ വിവാദം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവുകൾക്ക് കാരണമായേക്കാം.